വിവാദങ്ങൾ അരങ്ങുവാഴുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മെട്രോപൊളിറ്റൻ വികാരിമാർ വാഴുന്നില്ല. ഏറെ നാളത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മെട്രോപൊളിറ്റൻ വികാരിയെ നിയമിക്കാൻ വത്തിക്കാൻ തീരുമാനമെടുത്തത്. എന്നാൽ പാലക്കാട് രൂപത മെത്രാൻ മാർ ജേക്കബ് മനത്തടുത്ത് ആദ്യ മെട്രോപൊളിറ്റൻ വികാരിയായി. തുടർന്നിങ്ങോട്ട് മാർ ജോസഫ് കരിയിൽ, CBCIയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്, ബോസ്കോ പുത്തൂർ എന്നിവർ ഈ സ്ഥാനത്തെത്തിയെങ്കിലും വിജയം കാണാനായില്ല. ഏറ്റവും അവസാനം 4 മാസം മുമ്പ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മെട്രോപൊളിറ്റൻ വികാരിയായെങ്കിലും അദ്ദേഹവും പുറത്തേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. മാർ ജോസഫ് പാംബ്ലാനിക്ക് വത്തിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പൗരത്യ തിരുസംഘമാണ് നോട്ടീസ് നൽകിയത്. ഇതോടെ മെട്രോപൊളിറ്റൻ വികാരി സ്ഥാനത്തു നിന്നും മാർ ജോസഫ് പാംബ്ലാനി ഒഴിവായേക്കും. അതിരൂപതയിലെ പ്രശ്നങ്ങളിൽ നേരിട്ട് വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. പൗരസ്ത്യ തിരുസംഘ കാര്യാലയം തലവൻ കർദിനാൾ ക്ലോദിയോ ഗുജറോത്തിയാണ് മാർ ജോസഫ് പാംബ്ലാനിയോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. അതിരൂപതയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വിശ്വാസികളുടെ പരാതികൾ വത്തിക്കാന് ലഭിച്ചിട്ടുണ്ടെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. ഇതോടെ കടുത്ത സമ്മർദ്ദത്തിലായ ആർച്ച് ബിഷപ്പ് പാംബ്ലാനിയോട് സ്ഥാനമൊഴിയാൻ പെർമനന്റ് സിനഡും ആവശ്യപ്പെട്ടതായാണ് പുറത്തുവരുന്ന സൂചനകൾ. മാർ പാംബ്ലാനി മെട്രോപൊളിറ്റൻ വികാരിയായി സ്ഥാനമേറ്റത് 4 മാസം മുമ്പായിരുന്നു. എന്നാൽ ചുമതല ഏറ്റെടുത്ത അന്നു മുതൽ മാർ ജോസഫ് പാംബ്ലാനി വിമത വിഭാഗത്തിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് 2 തവണയാണ് എറണാകുളത്തെ വിശ്വാസികൾ മാർ ജോസഫ് പാംബ്ലാനിയെ തടഞ്ഞു വച്ചത്. ഇതാണ് ഇപ്പോൾ പാംബ്ലാനിയുടെ പുറത്തേക്കുള്ള വഴി തുറന്നതും.